MS382 ചെയിൻസോയുടെ കാർബറേറ്ററാണിത്. അത് പ്രശ്നം വന്നിരിക്കുന്നത് പറഞ്ഞാൽ അതിനകത്ത് പെട്രോൾ പോകുന്ന ലൈനുകളെല്ലാം തന്നെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഡസ്റ്റ് കയറി നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ പെട്രോള് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് അടിക്കുന്ന സ്ട്രെയിനറാണ്, അതും അടഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മെഷീന് പവറില്ലാതെ വരികയാണ് ചെയ്യുന്നത്. പമ്പ് ഡൈഫർ അടഞ്ഞിട്ടുണ്ട്. പമ്പ് ഡൈഫറൊക്കെ മുഴുവൻ അടിച്ചു കൊടുത്തിട്ട് പമ്പ് ഡൈഫറും പമ്പിങ് നടക്കുന്ന ഭാഗം ആ ഹോള് സഹിതം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊടി കണ്ടമാനം കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീന് ഒട്ടും പുള്ളിങ് ഇല്ലാതെ ഒട്ടും വലിക്കാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കാർബറേറ്റർ ക്ലീനിങ് അനിവാര്യമാണ്. കാർബറേറ്റർ ആരും ക്ലീൻ ചെയ്യാറില്ല. മിക്കവാറുള്ള ഇതുപോലെ അഴുക്കായി കഴിഞ്ഞ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് മാത്രം ക്ലീൻ ചെയ്യാറുള്ളൂ. കഴിവതും നല്ല വർക്കുണ്ടെങ്കിൽ മാസത്തിൽ 2 മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യും. നല്ല ഓപ്പറേറ്റർ സർവീസ് സെൻ്ററിൽ കൊടുത്ത് സർവീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെയധികം മോശപ്പെട്ട രീതിയിലാണ് ഈ അഴുക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ കയറുന്ന അഴുക്കാണ്. ഇങ്ങനെ കയറുന്ന അഴുക്ക് ക്ലീൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നേരെ എഞ്ചിനകത്തു നിന്നും തള്ളി വരുന്നതാണ്. കുറേയേറെ പൊടികൾ കയറുന്നുണ്ട്. നന്നായിട്ട് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാതെ വരുന്ന പ്രശ്നങ്ങളാണ് ഇത് കൂടുതലും. അത് കൃത്യമായ സർവീസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റുമായിട്ട് തന്നെ സംഭവിക്കും. അതുപോലെ കൃത്യതയോട് സർവീസ് ചെയ്യാം. ഇത് മാത്രമേ ഈ ക്ലിയറായിട്ടിരിക്കത്തുള്ളൂ. മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം പോലെ നമ്മുടെ മെഷീനുകൾ നന്നായിട്ട് സർവീസ് ചെയ്യാനുള്ള ഒരു മനസ്സോടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഓരോ വർക്കിനിടയിലും കംപ്ലൈൻറ്റ് കാണിക്കും, നമുക്ക് എന്താണെന്ന് മനസ്സിലാകത്തില്ല. അപ്പം ആ സമയത്ത് ഒരുപാട് ചിലവുകൾ വരികയായിരിക്കും. കുറച്ചൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കും. പരിപാലന ചിലവുകളുടെ കുറവാണ്. നമ്മൾ നോക്കി ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ കംപ്ലീറ്റ് പാർട്സ് മാറി സർവീസ് ചെയ്യേണ്ടി വരും. ശാരീരികവും കാര്യങ്ങൾ ചിലവായിരിക്കും. അതൊക്കെ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയുക, കമൻറ്റ് ബോക്സിലൂടെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആണ്. എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നതെല്ലാം സിവിൽ മെക്കാനിക്കാണ്. ഞാൻ വളരെ വർഷങ്ങളായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. സ്കില്ലിൻ്റെ മെഷീൻസ് മാത്രമാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.